വീട്ടിലെത്തിച്ച് വിതരണം ചെയ്തിരുന്ന ക്ഷേമ പെൻഷൻ ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റാനുള്ള സർക്കാർ നയം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KSKTUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. നെന്മാറ, വല്ലങ്ങി വില്ലേജ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നെന്മാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്ത് പണിയുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ ലോഡിങ്ങാരം കുട്ടികൾ നമുക്ക് കൊണ്ട് പൈസ തരുന്നുണ്ട്. അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് തന്ന പോലെ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അവിടെയും പോകില്ല. വയ്യാത്ത കാരണം ഞങ്ങൾ പോകില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരികയാണ്. ഞങ്ങൾ ബാങ്കിൽ പോണേ ഇല്ല. ഞങ്ങൾ നിന്ന് കെട്ടിയിട്ട് എന്താ കൊടുക്കണേ? പഞ്ചായത്ത് പണിയില്ല. 100 രൂപ ഒരു ബാങ്കിലും പിടിച്ചോ. ക്ഷേമ പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകിയിരുന്ന നിലവിലെ സംവിധാനം തുടരണമെന്നും പെൻഷൻ ലഭിക്കുന്ന വയോജനങ്ങൾക്കും മറ്റർഹരായ ഗുണഭോക്താക്കൾക്കും ബാങ്കുകളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പെൻഷൻ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗവും വയോധികരും ശാരീരിക അവശതകൾ നേരിടുന്നവരുമാണ്. ഇവർക്ക് ബാങ്കിലെത്തി പെൻഷൻ കൈപ്പറ്റേണ്ട സാഹചര്യം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് സംഘടനയുടെ നിലപാട്. കെ പ്രേമൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. 10 വർഷം ഇടതടവില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്നതിൻ്റെ ആരംഭം UDF സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ജീവിതത്തിൽ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുക. 10 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ 32 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാത്തവരുടെ പെൻഷൻ, കുഷ്ഠരോഗികളുടെ പെൻഷൻ ഉൾപ്പെടെ 32 ലക്ഷം പേർക്കുണ്ടായിരുന്നത് കഴിഞ്ഞ 10 വർഷം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അത് 62 ലക്ഷം പേർക്കായി മാറ്റിയത്. എത്ര ആരോഗ്യമുള്ള യുവാക്കളാണ് ഇപ്പോൾ പെൻഷൻ മേടിക്കുന്നവരാണോ? 60 വയസ്സ് കഴിഞ്ഞവർക്കല്ലേ വാർദ്ധക്യകാല പെൻഷൻ? 60 വയസ്സ് കഴിഞ്ഞ് ചെറുപ്പമായി വരിക അല്ലല്ലോ, വയസ്സായി വരികയല്ലേ. വയസ്സായി വരുമ്പോൾ കൂടെ അസുഖങ്ങൾ വരും, ക്ഷീണം വരും, അല്ലേ, നടക്കാൻ വയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിച്ച് നിലവിലുള്ള പെൻഷൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നോക്കുന്നത്. നെന്മാറ വില്ലേജ് സെക്രട്ടറി മുരളീധരൻ അധ്യക്ഷനായി. വല്ലങ്ങി വില്ലേജ് സെക്രട്ടറി C പ്രകാശൻ സ്വാഗതം പറഞ്ഞു. CITU ഡിവിഷൻ സെക്രട്ടറി U അസീസ്, ഏരിയ കമ്മിറ്റി അംഗം TG അജിത് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷെരീഫ്, പത്മനാഭൻ, ജയന്തി മോഹൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.